ഹായ് ഓൾ, വെൽക്കം ടു കബോഡിൽസ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എനിക്ക് ചെറിയൊരു മൂക്കടപ്പുണ്ട്, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്കിന്നൊരു സ്റ്റൈലൻ പച്ചടി വയ്ക്കാം. വെള്ളരിക്ക പച്ചടിയാണേ. ഏകദേശം ഒരു 200 ഗ്രാം വലുപ്പമുള്ളൊരു വെള്ളരിക്ക ചെറിയ പീസസായിട്ട് നേരിയതായിട്ട് അരിഞ്ഞ് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. പലതരം പച്ചടികളുണ്ട്. ഇന്ന് നമ്മൾ വെക്കുന്നത് വെള്ളരിക്ക പച്ചടിയാണെന്ന് മാത്രം. മറ്റു പച്ചടികൾ വഴിയെ വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺഡ് കേട്ടോ. ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1 മുറി തേങ്ങ എന്നിവ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക. തേങ്ങ നല്ല മഷി പോലെ അരഞ്ഞതിന് ശേഷം 2 ടീസ്പൂൺ കടുക് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു 3 പ്രാവശ്യം അതൊന്ന് പൾസ് ചെയ്തെടുക്കുക. 5-6 മിനിറ്റ് കൊണ്ട് വെള്ളരിക്ക നന്നായി വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ അരച്ച മിക്സിയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി ഈ മിശ്രിതത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വേവാനായിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 3 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ നല്ല ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് 1/2 കപ്പ് തൈര് ഉടച്ചത് അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി വിടുക. കടുക് കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡി. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 പിടി കടുകും 1 വറ്റൽമുളകും 1 തണ്ട് വേപ്പിലയും ചേർത്തിട്ടാണ് ഞാൻ കടുക് വറുക്കുന്നത്. വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതലിരിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. സ്വാദിഷ്ടമായ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഒരിക്കൽ കൂടി നല്ലൊരു ഓണം നേർന്നുകൊണ്ട് താങ്ക് യു.